ആക്കി വിളിച്ചത്. സത്യമാണ്. അങ്ങനെ അത്ഭുത സാധനമാണ് ഇവിടെ. അപ്പൊ അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് എങ്ങനെ ആയത്? ഇത് വലിയൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ പുഷ് ചെയ്യുന്ന സാധനം. ക്യാൻസർ എന്ന് പറഞ്ഞില്ലേ, ക്യാൻസർ സെല്ലിനെ വരെ ഇതാണ്. പിന്നെ പ്രായത്തെ, നമ്മുടെ പ്രായം ചർമ്മം കണ്ട പ്രായം തോന്നിയേ ഇല്ല, കേട്ടിട്ടില്ലേ? അങ്ങനെ പരസ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ബെറീസിന്റെ ജ്യൂസാണ്. ഇതാ ഞാൻ ആദ്യം ടെസ്റ്റിൽ അടിച്ചത്. ബെറീസ് ഇത്ര ബെറി എന്താ ഇത്ര ചോക്ലേറ്റ് ആയിരുന്നു കേട്ടിട്ടില്ലേ? ബെറീസ് എന്താ ഇത്ര ജ്യൂസ്. അപ്പൊ ഇത് അങ്ങോട്ട് അടിച്ചു നോക്കി. ബെറീസിന്റെ ജ്യൂസ് അല്ല, ലോകത്തിൽ വെച്ച് മനുഷ്യന് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു ഘടകം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡാണ് ബെറി. നമുക്ക് ആപ്പാടാണ് ബെറി ഏതാ? ശരിയല്ലേ? ഈ ലുലുമാലൊക്കെ ചെല്ലുമ്പം പെട്ടിക്കകത്ത് നല്ല ചുവന്ന് കൊടുക്കാം, ശരിയല്ലേ? പക്ഷെ ഇങ്ങനെ ഞാൻ ആലപ്പുഴ കണ്ടു, നമ്മുടെ ബ്ലൂബെറി ഒക്കെ 2000 രൂപ കിലോ. 2000 രൂപയാണ് കിലോയ്ക്ക് വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ അവർ ബ്ലൂബെറി എടുത്ത് വെച്ചു കുപ്പിക്കകത്തിട്ട്. അങ്ങനെയാണ് ഞാൻ ഷേപ്പ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ബ്ലൂബെറി, നോരി, ഇങ്ങനെ ആംല, ബ്ലാക്ക്ബെറി, ഇങ്ങനെയുള്ള ബെറീസാണ്. ഈ ബെറീസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബെറീസിനകത്താണ് നമുക്ക് വേണ്ട ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഇതെന്തിനാണ് ആദ്യം പഠിക്കുന്നത്? ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആന്റി ഓക്സിഡന്റ് എവിടെ ചെന്നാലും അവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ ഈ പേര്, അതായത് ഞങ്ങൾ ശരി ഒരു ഡൈനിക്കോ കഴിക്കണം, ഇത് നല്ല റിച്ച് ആയിട്ട് ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അപ്പൊ അവർ കണ്ടുപിടിക്കും ഇതെന്താണോ എന്തോ. അവർ ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമുള്ളവരാണ് മാത്രം നമ്മൾ ഈ പറയാൻ പോകുന്നത് പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു മുഖഭാഗം തെറ്റിച്ചിട്ട് സാധനം കൊടുത്തിട്ട് പോകണം. ഇതൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ എന്തിനാ അവരെ മുന്നിൽ ഇച്ചിരി അറിവുള്ളവരാണെങ്കിൽ അപ്പൊ പഠിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഈ പഠനം നടത്തി ട്രെയിനിങ് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് പറയണം. ഞാൻ ട്രെയിനിങ് കൂടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു പറയാൻ പറ്റും. അപ്പൊ ഈ ബെറീസിന്റെ ജ്യൂസാണ്. അപ്പൊ നമ്മൾ മനുഷ്യൻ ശ്വസിക്കുന്ന വാദം വേണം. എന്തിനാ യോജിച്ച് ശ്വസിച്ചോണ്ടിരിക്കണം? ജനിച്ചപ്പോ തൊട്ട് ശ്വസിക്കുന്നു, എന്ത് ശ്വസനം നിൽക്കുന്നു അന്ന് തീർന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് അത്രയും ഓച്ചിനെ കുറിച്ച് അറിയത്തുള്ളൂ. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഒരു മനുഷ്യത്തിന്റെ അടിസ്ഥാന സെല്ലാണല്ലോ. ഈ സെല്ലിനകത്ത് സംഭരിച്ചു വെക്കാനും ഊർജ്ജത്തെ സംഭരിച്ചു വെക്കാനും സംഭരിച്ച ഊർജ്ജത്തെ ആവശ്യാനുസരണം വിതരണം ചെയ്യാനും കോശങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി വേണ്ട വാതകമാണ് ചെയ്ത്. ഓക്സിജൻ എപ്പോ ഇല്ലാതാവുന്നു? കോശം മരിക്കും. ആരും വെച്ചു 5 മിനിറ്റ് ബ്രെയിൻ സെല്ലിലേക്ക് ഓക്സിജൻ ചെന്നില്ല. ഇതാണ് മനുഷ്യന് 5 മിനിറ്റ് പോലും നിൽക്കില്ല. 5 മിനിറ്റ് മാറ്റുന്നു. 2-3 മിനിറ്റ് നമ്മൾ ഒരാൾക്ക് തീർന്നു. അതായത് എപ്പോഴും ശരീരത്തിൽ കോശങ്ങൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കണം? അതിന്റെ അളവ് പോലെ കൂടിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ശ്വസിക്കുന്ന വേഗതയിലാണ് ഞാനിപ്പോ ശ്വസിക്കുന്നത്. അല്ല, ഞാനിപ്പോ വലിച്ചെടുത്തോണ്ടിരിക്കുക. എന്താ എന്റെ പണിതൊണ്ടിരിക്കുക? നിങ്ങൾക്ക് അത്ര വേണ്ട, ശരിയല്ലേ? നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഇല്ല. രാവിലത്തെ മുന്നിൽ മെച്ചപ്പാടില്ല. അതാ ഇപ്പൊ മെച്ചക്കാരിക്കുന്നു. പക്ഷെ എനിക്ക് മെച്ചപ്പിന് വേണ്ടി ഉണ്ട്. പക്ഷെ അവിടെ ആളത്തോണ്ട. പക്ഷേ ഇത് തീരുമാനം മുമ്പായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഊർജ്ജം ഇങ്ങനെ കൊടുക്കണം. ഈ ഊർജ്ജം ഉണ്ടാക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ഈ ഊർജ്ജം വേണം. അപ്പൊ ഈ ഓക്സിജൻ ഈ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ എല്ലാ ആറ്റങ്ങൾക്കും നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റി ഇലക്ട്രോൺ ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? അന്ന് ശ്രദ്ധിച്ചിരുന്നത് ഈ പരുവത്തിലെത്തുമോ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. അതായത് ആറ്റങ്ങളെ ആറ്റത്തിന്റെ ഈ വട്ടത്തിൽ കാണുന്ന ചുമലയൊക്കെ ഇലക്ട്രോണുകൾ നടക്കുന്നത്. ഈ ഇലക്ട്രോണുകളെ അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടാണ് രാസപ്രവർത്തനം നടക്കുന്നത്. മനസ്സിലായി? അപ്പം ഓക്സിജൻ ആറ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്തെ റൗണ്ടിൽ എത്ര റൗണ്ട്? 2. എല്ലാത്തിന്റെ അകത്തെ റൗണ്ട് 2. അതിന്റെ പുറത്ത് ഓക്സിജന്റെ മൊത്തം 8 ആണ്. 8 ആണെങ്കിൽ 2 അകത്ത് കൊടുത്ത് ബാക്കി എത്ര പുറത്ത്? ബാക്കി 6. അപ്പൊ ഇതിന് ഒരു ആറ്റം അതിലെ 6 എണ്ണമുള്ള ഈ ഓക്സിജൻ ആറ്റത്തിന്റെ എന്താണെന്ന് അറിയാമോ? ഈ 2 എണ്ണത്തെ കൂടെ കിട്ടണം. അതായത് അഷ്ടകം പൂർത്തിയാക്കാൻ 8 ഇലക്ട്രോണുകളെ കിട്ടുമ്പോഴാണ് ഒരു ആറ്റമായി ഇതായി മാറുന്നത്. അതിന്റെ പ്രവർത്തനം ഇതാക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇതിന് 2 എണ്ണൂടെ കിട്ടണം. മനസ്സിലാവുന്നത്? അപ്പൊ അങ്ങനെ ഓക്സിജൻ അതിന്റെ പേരില്ലാത്തവർക്ക് പേരുണ്ടാക്കാൻ, പേരില്ലാതിരിക്കുന്ന അവസ്ഥ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. അതാണ് അതിനെ വിളിക്കുന്നത് റാഡിക്കലുകൾ. മനസ്സിലായി? അപ്പൊ റാഡിക്കലുകളായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ കോശത്തിൽ ചെന്നിട്ട് എന്തായിട്ട് മാറും? റാഡിക്കലായിട്ട് മാറും.
റാഡിക്കലായിട്ട് ഓട്സിൽ അവിടെ കിടക്കുക. നമ്മുടെ ചരിത്രത്തിൽ ഓട്സിൽ കിടക്കുക റാഡിക്കലായിട്ട്. ഈ ഓട്സിന്റെ ടെൻഡൻസി അല്ല, ഈ റാഡിക്കലായിട്ട് ഓട്സിന്റെ ടെൻഡൻസി അല്ല, എനിക്ക് രണ്ടെണ്ണം വേണം. അപ്പൊ ഈ രണ്ടെണ്ണം വേണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവർ എത്ര ഉണ്ട് ഇപ്പൊ ഇവിടെ ഈ റൗണ്ടിൽ എത്ര ഉണ്ട് നോക്കി? 6. ഏതില്ല എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞ 8. അവൻ ഒന്നോടെ വേണ്ടേ? അവരോടെ അടുത്തിരിക്കുന്നിടത്ത് അവരുടെ മറ്റു വലിയമാരുടെ ഭയവും കണ്ടോ? അതായത് അവൻ തട്ടിപ്പറിച്ച് മേടിക്കുക, അവൻ കൊടുക്കത്തില്ല, കാരണം അവനോട് നഷ്ടപ്പെടും. അപ്പൊ അവൻ എന്തായി ഈ ഭ്രാന്തനാവും, ഇവിടെ കിട്ടും. അപ്പൊ ഉടനെ അടുത്ത ആളാക്കും. ഇത് ചെയിൻ റിയാക്ഷനാണ്. അതായത് റാഡിക്കലുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി നമ്മുടെ ശാരീരിക, അതായത് നിങ്ങളൊക്കെ കൂടുതൽ റാഡിക്കൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അത്ര ഒഴിച്ചിട്ടുണ്ട്. അതായത് റാഡിക്കലുടെ അളവെന്ന് പറഞ്ഞാൽ അയാൾ അത്യാവശ്യം അധ്വാനമാകാം, പിന്നെ മദ്യപാനമാകാം, പുകവലിയാകാം, പല പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ റാഡിക്കലുകൾ കൂടുന്നത്. ഈ റാഡിക്കൽ ഓട്സിൽ കൂടി വരും. മനസ്സിലായോ? അങ്ങനെ കൂടി വരുന്ന അവനെ എന്താ ഇതുപോലെ ആക്കണം. എത്ര ഇടം 8 ആക്കണം. അതാണ് സ്റ്റേബിൾ. അപ്പൊ ഇപ്പൊ 7 ഉള്ളെങ്കിൽ അതേതാ മിസ്സിംഗ് ആണ്, മിസ്സിംഗ്. അപ്പൊ അത് അൺസ്റ്റേബിൾ. അപ്പൊ ഒരെണ്ണം വേണം. അതിനാണ് അവർ ഇങ്ങനെ കൂടി പിടിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ വേണം. അപ്പം നമ്മുടെ ശരീരത്തിൽ 60-ലധികം രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ റാഡിക്കലുകൾ ആധിക്യം കൂടുന്നതാണ്. ഇതൊന്നും കമ്പനി പഠിപ്പിച്ച് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ഇതൊക്കെ വെച്ചിട്ടടിച്ചാൽ മതി. റാഡിക്കലുകൾ ശരീരത്തിൽ കൂടുതൽ എന്തുണ്ടാകും ചോദ്യം കൊടുക്കും ഗൂഗിളിൽ ഓൾട്ടർനേറ്റ് കാണും. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചിരിക്കുന്നത്? പ്രശസ്തരായിട്ടുള്ള ഗവേഷണം നടത്തി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. 60-ലധികം രോഗങ്ങൾ അതിനകത്താണ് വാദം, ക്യാൻസർ, മാരക രോഗങ്ങളെല്ലാം. ഈ അവസ്ഥ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടർ ഇതുവരെ പറയൂ, ഈ ചരിത്രം മുഴുവൻ പറയൂ, നിങ്ങനെ ഓക്സിജന്റെ റാഡിക്കലുകൾ കൂടിക്കിടക്കുന്നു, അതുകൊണ്ട് അതെല്ലാം പറയുമോ? ഒന്നും മിണ്ടത്തില്ല. വേനല്ലേ 5 ഗുളിക കുടിച്ചത് ഇത് ഒരാഴ്ച കഴിച്ചിട്ട് വരും കേട്ടോ. എന്താണെന്നോ എന്നാ പറ്റിയെന്നോ വല്ലോ ഉണ്ടോ? 90% ഡോക്ടർമാർ ഒന്നും പറയത്തില്ല, വിശദീകരിച്ചിട്ടേ. ശരിയാണോ? അപ്പം ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ റാഡിക്കലുകൾ ശരീരത്തിൽ ഇപ്പൊ നമുക്കൊക്കെ അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു എന്താ കുഴപ്പം? ഇത് കിടപ്പുണ്ട്, ഈ സാധനം കിടക്കുക, അത് കൂടുമ്പോഴാണ് വാദം. അതായത് ഈ അവസ്ഥ കൂടുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അവസ്ഥ വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ സെല്ലിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി. ഇതെങ്ങനെയാ ഈ റാഡിക്കൽ കൂടുമ്പോൾ ആ സെല്ലിന്റെ പുറത്തെ കവറിങ് പോലും പോയിട്ട് ഈ പരുവത്തിലാവും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പല കോശം എങ്ങനെയാ സ്വന്തമായിട്ട് ആ കോശത്തിന്റെ പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കിടക്കുക. അത് എത്ര കൂടുന്നോ അത്രയും നമ്മള് അതാ ഇരുന്നിടത്ത് തൂങ്ങുന്നതും മേലെ പണിയെടുക്കാൻ ചില കണ്ടിട്ടില്ല. വീട്ടമ്മമാര് രാവിലെ കാപ്പി ഉണ്ടാക്കി ഇനി 10 മിനിറ്റ് കിടക്കട്ടെ, എന്നിട്ട് അടുത്ത ഉച്ചയ്ക്കുള്ളത് കൊടുക്കും. മനസ്സിലായി? ഇനി ഒരു മീൻ മേടിച്ചോണ്ട് വന്നു, അതിന് പുറകെ 10 വളർത്ത മീനുകൾ മേടിച്ചോണ്ട് വന്നത്, ഇതെല്ലാം കൂടെ ഇന്ന് തന്നെ വെട്ടി കറി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ദേഷ്യം. എന്തുകൊണ്ട് മേല, അതായത് ചെയ്ത് ഭയങ്കര അവശതകൾ. ഇനി വാദവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ അവശതകൾ കൊണ്ടാവും. അപ്പൊ ഈ കോശത്തെ തിരിച്ചെങ്ങനെ ആക്കണം? നോർമലി ആക്കണം. ഇത് മുഴുവൻ റാഡിക്കൽ കിടക്കലാണോ? ഇത് ഞാൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അപ്പൊ ഇതിനെ തിരിച്ചാക്കണമെങ്കിൽ പുറത്തു നിന്നും നമ്മൾ ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നു. അകത്ത് തന്നെ ഇല്ല, അകത്ത് കിട്ടും. ഏതാണെന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനാണ്. അതാ ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രിക്ക് ആന്റോസിന് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് കിട്ടുന്നുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടുന്നുണ്ട് വെച്ചാൽ ഉണ്ട്. അതാ മമ്മൂട്ടി ഇന്നും പ്രേമിക്കുക 80-ാം വയസ്സിൽ 70-ാം വയസ്സിൽ നായകനെ പ്രേമിക്കുന്നത്. കണ്ടോ? നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം അവരൊക്കെ കഴിക്കേണ്ട പ്രശ്നം എന്നാന്ന് നേരത്തെ പ്ലാൻ ചെയ്തു. ശരിയാണോ? നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് വിലക്കുറവ് എന്താണോ അത് മേടിച്ച് കഴിക്കാൻ പറ്റും. ശരിയല്ലേ? ബീൻസിന് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് 210 മേടിക്കുമോ? അത് നമുക്ക് വേണ്ട. നമുക്ക് ഏതാണ് വിലക്കുറവ് അതാണ് നമ്മുടെ കിട്ടാൻ. ശരിയല്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കൂടി. അപ്പൊ ഈ ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഇത് ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഓക്സിജന്റെ ഫ്രീ റാഡിക്കലുകൾക്ക് ആവശ്യമായ ഇലക്ട്രോണുകൾ സപ്ലൈ ചെയ്തിട്ട് ഓക്സിജനെ ആറ്റമാക്കി മാറ്റുക. അങ്ങനെ റാഡിക്കലുടെ എണ്ണം പുറത്തോട്ട് വന്നാൽ ഇങ്ങനെ അവശനായി കിടന്നവൻ 1 മാസം കുടിക്കുമ്പോൾ ഇത്ര വരും. 1 മാസം കുടിച്ചാലോ 3 മാസം കുടിച്ചാലോ തുള്ളിച്ചാലും. മനസ്സിലായില്ലേ? പഴയ മനുഷ്യനെ അല്ല. ചിലർക്ക് 1 മാസത്തെ മതി, ചിലർക്ക് എങ്ങനെയാണ് ഇത് എത്ര കുടിക്കുന്ന അറിയുന്നത്? എന്തുമാത്രം റാഡിക്കലുണ്ടെന്ന് എണ്ണാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. ഇങ്ങനെ കുഞ്ഞു കിടന്നവന്
3 മാസം കേട്ടോ. മനസ്സിലായി? ഇച്ചിരി ചായ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ, ഇച്ചിരി നോക്കാൻ പോയോ? എത്ര മതി? ഇങ്ങനെ ഇരിക്കുന്നതിന് 1 മാസം ഇച്ചിരി പറഞ്ഞോ. ഈ അളവാ, ഈ അളവ് 1 2 ഈ 3 മാസം. അപ്പൊ അവർക്ക് കൊടുക്കുന്നത് ചേച്ചിയുടെ ആവശ്യത എന്ന് മാറുന്നു അന്ന് വരെ കുടിക്കണം. ഇത് ഇന്ന കോഴ്സൊന്നും ഇല്ല. ചേച്ചി പറയാം പണ്ടത്തെ പോലെ ഞാൻ തുള്ളിച്ചാടുന്നു പറഞ്ഞാൽ ഓക്കെ, മനസ്സിലായി? തുള്ളിച്ചാട്ടം പഴയത് കിട്ടിയാ ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ കുടിക്കും. എന്ന് തുള്ളിച്ചാട്ടം തിരിച്ചു കിട്ടുന്നു അന്ന് വരെ കുടിക്കും. ഇതാണ് പറയുന്നത്. ഈ ആന്റിബയോട്ടിക് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം ഈ ആന്റിബയോട്ടിക് കൊടുക്കാനോ അവർ ഇവിടെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ സപ്ലൈ ചെയ്യാണ് നമ്മുടെ. അപ്പൊ ആന്റിബയോട്ടിക്സിന്റെ ഫ്രീ റാഡിക്കിന്റെ അളവ് ഒരുപോലെ ആയാൽ അസുഖമില്ല. പല അസുഖങ്ങളും മരുന്ന് കഴിക്കാതെ മാറ്റാൻ പറ്റും. ഏത് കഴിച്ചാലും 95 സൂപ്പർ. എന്റെ അമ്മ സൂപ്പർ ആയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ 95 സൂപ്പർ. അപ്പം ഇത് ഷുഗറാണ്. ഇപ്പൊ കവചപ്രാശൊക്കെ ചില ചോദിക്കാറുണ്ട്, ഷുഗറാണ് കൊടുക്കാവൂ കേട്ടോ. ഞാനത് പറഞ്ഞില്ല. കവചപ്രാശ് കൊടുക്കാം. എന്റെ പിന്നെ ഷുഗറിന് 1 സ്പൂൺ കവചപ്രാശ് കഴിച്ചപ്പോൾ നേരെ മരിച്ചൊന്നും പോകത്തില്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് ഷുഗറിന് പ്രശ്നമുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 6-7 എന്നിട്ട് കവചപ്രാശ് എന്തെങ്കിലും കിട്ടി അന്ന് തൊട്ട് ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്ന ആളാണ്. 10-30 വർഷമായി. പക്ഷെ ഈ കവചപ്രാശ് കഴിച്ചിട്ട് പാടുള്ളൂ. ഓ പണ്ടത്തെ പാട്ടല്ലേ ഇപ്പൊ. അപ്പൊ എന്റെ വിശ്വാസം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എന്റെ പ്രശ്നം തൊണ്ടയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും ഈ കവചപ്രാശിന്റെ പ്രത്യേകത. എനിക്ക് ഷുഗറാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് ഇതുവരെ സൂട്ടപ്പായില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. എനിക്ക് ഷുഗർ ചിലർ ചോദിക്കും ഷുഗർ കഴിക്കാം. എല്ലാം ഒരു ദിവസം ഒറ്റ തിന്നുവാണ്. അല്ല, ഇത് ഒരു സ്പൂണല്ലേ തിന്നുന്നുണ്ട്. ഈ ഷുഗറുകാർ തന്നെ ഒന്ന് ഓർത്ത് നോക്കി. ഷുഗർ ഉള്ളവരെല്ലാം അതിനെ കഴിക്കാതിരിക്കുക. വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് എന്നാ പുറത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാതെ അവര് വീട്ടിൽ ചെല്ലുമ്പോൾ ചായക്ക് മധുരയിട്ട് പോയി. നമ്മൾ കുടിക്കത്തില്ലേ? നമ്മളെന്നാ പറയും? അവരെന്നാ പറയും? വെള്ളം കുടിക്കാം, ഇന്ന് വെള്ളം കുടിക്കുന്ന ഒരു കുഴപ്പമില്ല. ആ ശരി, നാളെ ഒരു വീട്ടിൽ ചെല്ലും. ഒരു ഭാഷ കലക്കിക്കൊണ്ട് വന്നു വെള്ളം കുടിക്കാം പറഞ്ഞാൽ എങ്ങനെ കഴിച്ചാലും എല്ലാ ദിവസവും കുറച്ച് ഷുഗർ ചെല്ലുന്നുണ്ട്. ആണോ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ കവചപ്രാശം കുഴപ്പമുണ്ടോ? ബ്ലഡ് ഫീഡ്ബാക്ക് അങ്ങനെ പറയാറുണ്ട്. 95 ഷുഗർ ചെയ്യും. 95 കുടിച്ചിട്ട് പോയി ഷുഗർ പരിശോധിക്കാൻ പോകുന്ന നിങ്ങളുടെ 95 കുടിച്ചിട്ടൊക്കെ 140 പറഞ്ഞാൽ എനിക്ക് 280 വേണ്ട ആ ബാക്കിയെടുത്തിട്ട് 100 കുടിച്ചു എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രശ്നമുണ്ട്. അതായത് ഇത് കുടിച്ചിട്ട് പോയി പരിശോധിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ കുടിച്ച് 1 മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി നോക്കിയാൽ ഹോർമോണുടെ ബാലൻസ് ആകുന്ന സാധനമാണ് നമ്മുടെ അതിനുള്ള ധൈര്യം വേണം. പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ എന്നാ പേടി പറഞ്ഞതിനെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് 95 പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷെ ആരെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു. പക്ഷെ അവരുടെ പറയണം ഞാൻ പറയാതെ ഷുഗർ പരിശോധിച്ച ലാബിൽ പോയിട്ടുണ്ട് ആട്ടി മനസ്സിലായി. അവർ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇതാണ്. അപ്പൊ ഇതുപോലെ ആന്റിബയോട്ടിക്സ് കേട്ടോ. ഈ ആന്റിബയോട്ടിക്സ് ഈ നമ്മുടെ 95 ഒരു സിസ്റ്റത്തിന് മാത്രമാണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഒന്നും ഒരു സിസ്റ്റത്തിന് മാത്രമല്ല, ശരീരത്തിന് മൊത്തം നോക്കി ആയിട്ട് വായിക്കും. ഏത് സിസ്റ്റം നോക്കാം കേട്ടോ. പക്ഷേ നേരത്തിന് പറ്റാലോ. അപ്പൊ ബ്രെയിൻ ഉത്തേജനമാണോ? പറ. ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും. ചിലർക്ക് വണ്ണം കുറയുന്നത് കേട്ടോ. 95 വണ്ണം കുറയുന്നുണ്ട്. ഹെൽത്തി വിഷൻ, റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ, അതായത് വുമൺ കമ്പാനിനോ സൈക്ലോബിയോ മാനസികമാനൊക്കെ കൊടുക്കുമ്പോൾ എതിർ പറയണം ഇതുകൂടെ കഴിക്കാൻ പാടില്ല. ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ്, ഡിഫൻസ് പവർ, പ്രതിരോധ ശക്തി, ലിവറെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നല്ല ഉറക്കം കിട്ടുന്നു. നല്ല ഉറക്കം ബ്രെയിനിൽ ആന്റി ഏജിങ്, ഹെൽത്ത്, ഡൈജഷൻ റിസോഴ്സസ്, സിസ്റ്റം കേട്ടോ. എല്ലാത്തിനും കൊടുക്കും. കിഡ്നി ഫംഗ്ഷൻ ഇതെല്ലാം ഇത് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോ പറഞ്ഞ മിക്ക സിസ്റ്റത്തിനും ഇത് ഗുണകരമാണ് അർത്ഥം. അതായത് ഒരു നല്ല രീതിയിൽ നമുക്ക് മിക്ക സർവ്വരോഗ സഹായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞ 60-ലധികം രോഗങ്ങളാണ് ഈ റാഡിക്കൽ മൂലം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 95 കഴിച്ചാലോ? നമ്മുടെ ഒരു മാസത്തെ 95-നകത്തുനിന്ന് 10,74,880 റാഡിക്കലുകളുടെ ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യും. അതായത് ഒരാളുടെ ആവശ്യത 10 ലക്ഷം റാഡിക്കലിന്റെ ആവശ്യത ഉണ്ടെങ്കിൽ എത്ര നാൾ കുടിച്ചാൽ മതി? 1 മാസം കുടിച്ചാൽ മതി. 20 ലക്ഷത്തിന്റെ ആവശ്യത ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവനോ തീരുമാനിക്കണം ആവശ്യത എത്രയുണ്ട്. അല്ലാതെ ഇതിന്റെ അളവില്ല. പറഞ്ഞു പിടിക്കും. ചിലർ ചോദിച്ചു ഞാൻ ഇന്നും ഇത് കുടിക്കണോ?
ഈ 300 മുടക്കി എന്നും കുടിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ചിലർക്ക് അതാ പേടി കുടിക്കല് പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താനേ പറ്റത്തില്ല, അടിമയാകും, അടിമ ആണോ? അടിച്ചാവുന്നു നമ്മുടെ പ്രോഡക്റ്റ് അടിച്ചാവുമോ? ഇല്ല. വെളുക്കാട് എത്ര കഴിക്കാനാ പറയുന്നത്? കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെളുക്കാട് 12 ആഴ്ച നിർത്തിക്കോ. നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് വേണം നിർത്താം. അവർ 1000 പേരുകൾ കഴിക്കുന്നത് അവരുടെ അവസ്ഥ തീർന്നെങ്കിൽ നിർത്തിക്കും. പിന്നെ അവസ്ഥ തുടങ്ങുന്നെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ അന്ന് വേണം ഒരു പാക്കറ്റ് മേടിച്ചു കൂട്ടി. അതായത് ചിലർ വിചാരം എന്നറിയാം, ആദ്യത്തിനാമത് ഈ ഒറ്റ പ്രാവശ്യം എടുക്കും ഇനി മരണം വരെ ഇല്ലെന്ന്. റാഡിക്കൽ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ റാഡിക്കൽ ഉണ്ടാക്കി 10 ലക്ഷം ആകുമ്പോൾ പിന്നെ എടുക്കണം. ഒരെണ്ണം കുടിക്കുന്നു. എന്തിനാ ഈ പൈസ ഉണ്ടാക്കുന്നത്? പൈസ എന്തിനാ ഉണ്ടാക്കുന്നത്? മറ്റേ ജനേരാമ പറഞ്ഞത് മനുഷ്യ 10 വർഷം കൊണ്ട് നഷ്ടപ്പെടുന്നു. അവന്റെ അറിയത്തില്ല എന്തിനാണ് ഈ പൈസ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് റിട്ടയർഡ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു മാസം പോയി ആശുപത്രി കിടക്കും. ഉണ്ടാക്കി കൊണ്ട് ആൾക്ക് കൊടുക്കും, ആശുപത്രിക്കാർക്ക് കൊടുക്കും. എന്നിട്ട് അവ മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇരിക്കും. എന്നോ ഒരു ദിവസം മരിച്ചു. നമ്മൾ മാത്രം മരിക്കത്തില്ല നമ്മുടെ ചിന്ത, ശരിയല്ലേ? കാരണം നമ്മൾ മാത്രം നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഒരു ദിവസം മരിച്ചു പോകും. ഇതാ മനുഷ്യന്റെ അവസ്ഥ. ആർക്കും ഉണ്ടാക്കുന്നത് പോലും പിടിയില്ല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെടുക്കാൻ ആരെങ്കിലും ഉണ്ടല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ, ശരിയല്ലേ? അപ്പൊ നമ്മൾ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ആരും കൊണ്ടുവരാൻ ഇപ്പോൾ ഇരിക്കാൻ ക്ലൈനുള്ള പ്രോഡക്റ്റ് ആയിട്ട് വേണം വെച്ച് കഴിക്കാൻ പറഞ്ഞു. നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് കോൺഫിഡൻസോടെ ഇതെല്ലാം കൊടുക്കാൻ പറ്റണം, പറയാൻ പറ്റണം. നമ്മൾ ഈ ഭയത്തോടെ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് അവരുടെ തലയിൽ വെക്കുന്നതോ അവർക്ക് ഫീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് മേടിക്കാത്തത്.